കൊല്ലം കടക്കലിൽ CPI-യിൽ കൂട്ടരാജി. ഉൾപാർട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാത്തതിനെ തുടർന്ന് 700ഓളം പേരാണ് CPI വിട്ടത്. ജില്ലാ കൗൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകരുടെ പാർട്ടി വിടൽ. എം മനോജ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, കൊല്ലം കടക്കലിലും CPI-യിൽ കൂട്ടരാജിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രശ്നങ്ങളിലേക്കാണോ പാർട്ടി കടക്കുന്നത്? തീർച്ചയായും കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കുണ്ടറയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ കടക്കലിലും നിരവധി CPI-യുടെ പാർട്ടി അംഗങ്ങൾ രാജിവെച്ചിട്ടുള്ളത്. അതിൽ തന്നെ 700ഓളം പാർട്ടി അംഗങ്ങൾ എന്നതാണ് ഈ നേതാക്കളൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്രയധികം ഒരു ശക്തി കേന്ദ്രമായിരുന്നു എന്നുള്ളത് തന്നെയാണ് CPI-യിൽ ഉണ്ടായിരുന്നവരൊക്കെ അവകാശപ്പെടുന്നത്. അങ്ങനെ ആ പാർട്ടി അംഗങ്ങൾ രാജിവെക്കുവാനുണ്ടായ സാഹചര്യം ഈ ജില്ലാ നേതൃത്വവുമായിട്ടുള്ള കടുത്ത പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം ഉൾപാർട്ടി പ്രശ്നങ്ങളിൽ അതിലൊരു പരിഹാരം കാണുവാൻ വേണ്ടി ജില്ലാ നേതൃത്വമോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വമോ തയ്യാറായില്ല. 20ലധികം പരാതികളാണ് ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും അടക്കം നൽകിയിട്ടുണ്ടായിരുന്നത്. ഈയൊരു സാഹചര്യത്തിലാണ് പിന്നീട് ഒരു പ്രശ്നപരിഹാരത്തിനും ഈ നേതൃത്വം തയ്യാറായില്ല എന്നുള്ളത് ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ രാജിയിലേക്ക് കടന്നിരിക്കുന്നത്. ഈ കൂട്ടരാജി എന്നുള്ളത് തന്നെ അതിൽ മണ്ഡലത്തിൻ്റെ ചുമതലയുള്ളവർ, അതോടൊപ്പം തന്നെ കിസാൻ സഭയുടെ ചുമതലയുള്ളവർ, ബാങ്കിലെ ചുമതലയുണ്ടായിരുന്നവർ, അത്തരത്തിൽ നിരവധി മേഖലകളിൽ പ്രവർത്തിച്ചു വന്നവരാണ്. അവരുടെ കണക്കുകളടക്കം ഈ നേതാക്കൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിൽ തന്നെ ജില്ലാ കൗൺസിൽ അംഗമായിട്ടുള്ള JC അനിലിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി വിട്ടത് 10 മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ്, 45 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, 48 ബ്രാഞ്ച് സെക്രട്ടറിമാർ, 9 ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, 11 സഹകരണ ബാങ്ക് ഡയറക്ടർമാർ, 700ലധികം പാർട്ടി അംഗങ്ങൾ എന്നൊക്കെയാണ് ഈ കണക്ക് തന്നെ അവർ പുറത്തുവിടുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെയും ജില്ലാ നേതൃത്വത്തെയും സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു പ്രതിസന്ധി തന്നെയാണ്. കാരണം ഒരു മേഖലയിൽ നിന്നൊന്നടങ്കം CPI-യുടെ പ്രവർത്തകർ രാജിവെച്ചു പോകുന്നു. അത് കുണ്ടറയ്ക്ക് പിന്നാലെ ഇപ്പോൾ കടക്കലിലും. അങ്ങനെ കൊല്ലം ജില്ലയിൽ CPI-യുടെ ഒരു രാജി എന്നുള്ളത് എല്ലാ മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരെ കൂടുതൽ നിരാശപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതായത് നേതൃത്വത്തിൻ്റെ ഇഷ്ടാനുസരണം കാര്യങ്ങൾ ചെയ്യുന്നു, സാധാരണ പ്രവർത്തകരെ വകവയ്ക്കുന്നില്ല. എന്നാൽ ഈ മണ്ഡലത്തിലെ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് അവിടെയുണ്ടായിരുന്ന പ്രാദേശിക നേതാക്കളെ ഈ ജില്ലാ നേതൃത്വവും ഒക്കെ ചേർന്നുകൊണ്ട് വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ച് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഈ വിമത നീക്കങ്ങൾ നടന്നിരുന്നു എന്നുള്ളതാണ്. ഈ വിമത യോഗങ്ങൾ നടന്നിരുന്നു. അതായത് നിലവിലുള്ള CPI-യുടെ പാർട്ടി സംവിധാനങ്ങൾക്കെതിരെ പാർട്ടി പ്രവർത്തകർ തന്നെ, പാർട്ടി അംഗങ്ങൾ തന്നെ വിവിധ ഇടങ്ങളിലായി യോഗങ്ങൾ ചേർന്നുകൊണ്ടാണ് ഈ ഒരു തീരുമാനമെടുത്തിട്ടുള്ളത്. അവരിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വരികയായിരുന്നു. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇനി CPM-ലേക്കാണോ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്നും കൃത്യമായിട്ടുള്ള വിവരം നൽകിയിട്ടില്ല. എന്തായാലും ഈ നേതാക്കളടക്കം മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ഇനി സ്വീകരിക്കുമോ എന്നുള്ളത് കൂടെ കാത്തിരിക്കണം അത് അറിയുവാൻ വേണ്ടി. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ CPI സംബന്ധിച്ചിടത്തോളം CPI-ക്ക് ആയാലും CPM-നായാലും ഒക്കെ തദ്ദേശ തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു ഘട്ടം കൂടെയാണ്. അപ്പോൾ LDF എന്നുള്ള ഒരു മുന്നണിക്ക് പലയിടത്തും മത്സരിക്കണമെങ്കിൽ, അതിൽ CPI മത്സരിക്കണമെങ്കിൽ തന്നെ പ്രാദേശികമായിട്ടുള്ള പിന്തുണ വേണം. അതിൽ വിജയം കണ്ടെത്തണം. ആ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ പ്രാദേശികമായിട്ടുള്ള പിന്തുണ ആവശ്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു കൂട്ടരാജിയിലേക്ക് പോയിരിക്കുന്നത്. ഈ രാജിയെ സംബന്ധിച്ചിടത്തോളം നേതാക്കളൊന്നും തന്നെ ഇതുവരെ കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും നേതൃത്വത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ശക്തമായ ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ സംസ്ഥാന നേതൃത്വം ഒന്നും തന്നെ ഇതിൽ ഇടപെട്ട് ഒരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് ഈ നേതാക്കളുടെയൊക്കെ പരാതി. ഈ സാഹചര്യത്തിൽ കൂടെയാണ് കൊല്ലം ജില്ലയിൽ ഇനിയും, അതായത് കുണ്ടറയിൽ അന്ന് 20ലധികം പ്രവർത്തകർ രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഈ CPI-യുടെ തന്നെ പാർട്ടി ചുമതല ഉണ്ടായിരുന്നവരൊക്കെ പിന്നീട് രാജിവെച്ച് പോകുന്ന സാഹചര്യമുണ്ടായി. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ പ്രാദേശികമായുള്ള നേതാക്കളൊക്കെ ഈ രാജിവെച്ച് മാറുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് എന്നുള്ളത് തന്നെയാണ് ഈ സാധാരണ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഈ നേതാക്കളടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും ഇത്രയധികം പാർട്ടി അംഗങ്ങൾ പാർട്ടി വിട്ടുപോകുമ്പോൾ അത് CPI-യെ സംബന്ധിച്ചിടത്തോളം കൊല്ലം ജില്ലയിൽ വലിയ തരത്തിലൊരു ക്ഷീണം തന്നെയാണ്. ശരി മനോജ്.